സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മുംബൈ സ്വദേശിയെ കർണാടക ഉടുപ്പിയിൽ നിന്നാണ് പിടികൂടിയത്. മോഷ്ടിച്ച ആഭരണങ്ങളും പ്രതി സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. ബീന റാണി ചേരുന്നു. ബീന, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ പുലർച്ചെയാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടക്കുന്നത്. ഏതാണ്ട് 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ പ്രതി കവർന്നു. അപ്പോൾ തന്നെ ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുലർച്ചെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് ഇതിന്റെ ചുവട് പിടിച്ചാണ് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് മുംബൈ സ്വദേശിയായ മുഹമ്മദ് ഇർഫാദിനെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു കാറിൽ ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. അതേ കാറിൽ തന്നെയാണ് മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തി മോഷണം നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. ഇയാളുടെ വാഹനവും ഒപ്പം തന്നെ മോഷണം പോയ സ്വർണ്ണ വജ്രാഭരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടത്തോടെയോ നാളെ രാവിലെയോടെയോ ഇയാളെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് കരുതുന്നത്. സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ ഇയാൾ നേരത്തെ പിടിയിലായിട്ടുണ്ട്. ഇതുപോലെ വലിയ വീടുകളിൽ മോഷണം നടത്തി നേരത്തെ തന്നെ ഇയാൾ കസ്റ്റഡിയിൽ അറസ്റ്റിലാകുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ട വസ്തുവകളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതാണ്ട് വീടിന്റെ അടുക്കള വാതിൽ അടുക്കളയുടെ സമീപമുള്ള ജനൽ തുറന്ന് അകത്ത് കയറി അടുക്കള വാതിൽ തുറന്നാണ് ഇയാൾ കൂടുതൽ മോഷണം നടത്തിയത്. വീട്ടിൽ മുകൾ നിലയിൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം മോഷണം നടന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. സമീപമെത്തെല്ലാം തന്നെ പനമ്പള്ളി നഗറിലാണ് സംവിധായകൻ ജോഷി താമസിക്കുന്നത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളിലും തന്നെ CCTVയും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് 12-14 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായി. CCTV കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം നടന്നത്. അയാൾ തിരിച്ച് മുംബൈയിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത്. ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.